Very good morning to all. Today we will discuss about planning. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. അപ്പം ഞാൻ നിങ്ങളോട് എന്തായിരുന്നു നോട്ട് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇതുവരെയുള്ള നോട്ടിൻ്റെ അതൊന്നും നിങ്ങൾ പറയാം കേട്ടോ. Planning is the fundamental management function which involves deciding beforehand what is to be done, when it is to be done, how it is to be done, and who is going to do it. It is an intellectual process which lays down an organization's objective and develops various courses of action by which the organization can achieve those objectives. It checks out how to attain a specific goal. സോ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻ. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ് എന്ത് പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിച്ച് ഇൻവോൾവ്സ് അത് ഉൾപ്പെടുന്നു. എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഡിസൈഡിങ് ബിഫോർ ഹാൻഡ് ഓർ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. ആദ്യമേ എന്ത് ചെയ്യുക? തീരുമാനിക്കുക. എന്തൊക്കെയാണ് തീരുമാനിക്കുന്നത്? വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത്. വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ, എപ്പോഴാണ് ചെയ്യേണ്ടത്. ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ആൻഡ് ഹൂ ഈസ് ഗോയിങ് ടു ഡു ഇറ്റ്, ആരാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ ആദ്യമേ എന്ത് ചെയ്യുക? തീരുമാനിക്കപ്പെടുന്ന ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ പ്രോസസ്സ് എന്നാണ്, ഒരു ബൗദ്ധികമായ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ബൗദ്ധികമായ ഒരു പ്രക്രിയയാണ്. വിച്ച് ലേസ് ഡൗൺ എന്താണ് അല്ലെങ്കിൽ വിച്ച് ഷോസ് എൻ ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെവലപ്പ് വേരിയസ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിനെ എന്ത് ചെയ്യുക? കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളെ കാണിക്കുന്ന. ആൻഡ് ആൾസോ എന്നാണ് ഡെവലപ്പ് വേരിയസ് കോഴ്സ് ഓഫ് ആക്ഷൻ. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരുപാട് കോഴ്സ് ഓഫ് ആക്ഷൻ, ഒരുപാട് വഴികളെ പറ്റി പറയുന്ന. ബൈ വിച്ച് ദ ഓർഗനൈസേഷൻ ക്യാൻ അച്ചീവ് ദോസ് ഒബ്ജക്റ്റീവ്. എങ്ങനെയാണ് ആ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യണത്? ആ സ്ഥാപനം നേടിയെടുക്കുന്നത് എന്ന് പറയുന്ന ഒരു ബൗദ്ധികമായിട്ടുള്ള പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം എന്ന് പറയുന്നത്. ഇറ്റ് ചെക്സ് ഔട്ട് എക്സാക്ട്ലി ഹൗ ടു അറ്റൈൻ എ സ്പെസിഫിക് ഗോൾ. ഇറ്റ് ചെക്സ് ഔട്ട് ഓർ ഇറ്റ് ഷോസ്. ഇത് നമുക്ക് കൃത്യമായിട്ട് നമ്മളോട് പറയുന്നു, പ്ലാനിങ് കൃത്യമായിട്ട് നമ്മളോട് പറയുന്നു എങ്ങനെയാണ് നമ്മൾ ആ സ്പെസിഫിക് ഗോൾ, ആ സ്ഥാപനത്തിൻ്റെ പ്രത്യേക ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കാം എന്ന് നമ്മളോട് വിവരിച്ച് തരുന്ന ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയായിട്ടാണ് നമ്മൾ പ്ലാനിങ്ങിനെ കാണുന്നത്. പ്ലാനിങ് ഈസ് നത്തിങ് ബട്ട് തിങ്കിങ് ബിഫോർ ദ ആക്ഷൻ ടേക്ക് പ്ലേസ് എന്താണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക? അതിനെപ്പറ്റി ആലോചിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്പ് അസ് ടു ടേക്ക് എ പീപ്പ് ഇൻ ടു ദ ഫ്യൂച്ചർ ആൻഡ് ഡിസൈഡ് ഇൻ അഡ്വാൻസ് ദ വേ ടു ഡീൽ വിത്ത് ദ സിറ്റുവേഷൻസ് വിച്ച് വി ആർ ഗോയിങ് ടു എൻകൗണ്ടർ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഇത് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു ടേക്ക് എ പീപ്പ് ഇൻ ടു ദ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് ഒരു ചെറിയൊരു കാഴ്ച, അല്ലെങ്കിൽ ഒരു ലഘു കാഴ്ച. അതിനാണ് പീപ്പ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയണത്. ഭാവിയിലേക്ക് ഒരു ചെറിയ കാഴ്ച എന്ത് ചെയ്യുക? എങ്ങനെയായിരിക്കും, ഹൗ ഇറ്റ് ബി ഓർ ഹൗ ഇറ്റ് വിൽ ഗോയിങ് ഓൺ എന്ന് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക? മുൻകൂട്ടിയുള്ളൊരു കാഴ്ചയാണ്. ആൻഡ് ഡിസൈഡ് ഇൻ അഡ്വാൻസ് എന്ത് ചെയ്യുക? ആദ്യമേ എന്ത് ചെയ്യുക? നമ്മൾ തീരുമാനിച്ച് നോക്കുക. എന്താ തീരുമാനിക്കുന്നത്? ദ വേ ടു ഡീൽ വിത്ത് ദ സിറ്റുവേഷൻസ്. എങ്ങനെയാണ് മുൻപിലുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടത്. ആൻഡ് വിച്ച് വി ആർ ഗോയിങ് ടു എൻകൗണ്ടർ ഇൻ ദ ഫ്യൂച്ചർ. നമ്മൾ ഭാവിയിൽ നമ്മൾ അനുഭവിക്കേണ്ടുന്ന സാഹചര്യങ്ങളെ എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? കൗണ്ടർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എന്ന് എന്ത് ചെയ്യുന്ന നമുക്ക് കാഴ്ച തരുന്ന, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി തരുവാൻ നമ്മൾ എന്ത് സഹായിക്കുന്നുണ്ട്? പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് ലോജിക്കൽ തിങ്കിങ് ആൻഡ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. വളരെ ലോജിക്കലായിട്ട് തിങ്കിങ് അല്ലെങ്കിൽ വസ്തുതാപരമായിട്ട് എന്ത് ചെയ്യുക? ചിന്തിക്കുക. ആൻഡ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ്, യുക്തിപരമായിട്ട്
തീരുമാനങ്ങൾ എടുക്കുന്നതിനും എന്ത് ചെയ്യുന്നു, നമ്മളെ സഹായിക്കുന്നു അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, നമുക്കൊരു ഡോക്ടർ ആവണം, ഒരു ചികിത്സിക്കുന്ന ഡോക്ടർ ആവണമെന്ന് നമ്മൾക്ക് ചെറുപ്പത്തിലെ ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ, നമുക്ക് അംബീഷൻ ഉണ്ട് എങ്കിൽ, വി ഹാവ് ടു പ്ലാൻ അല്ലേ. എന്താണ്, നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യും ഡോക്ടർ ആവാൻ എന്താ വേണ്ടത് അല്ലേ. നല്ല മാർക്ക് വേണം അല്ലേ, 10ാം ക്ലാസ്സിൽ നിന്ന് നല്ല മാർക്ക് വാങ്ങിയിട്ട് പാസ്സാവണം. എന്നിട്ട് നമ്മൾ ഏത് ഗ്രൂപ്പാണ് എടുക്കേണ്ടത്, സയൻസ് ഗ്രൂപ്പാണ് എടുക്കേണ്ടത്, എന്തെടുക്കാൻ പാടില്ല, കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കാൻ പാടില്ല അല്ലേ. അതൊരു ആദ്യമേ എന്ത് ചെയ്യുക, തീരുമാനിക്കേണ്ടതാണ്. നമ്മൾ അതാവുന്നതിന് മുമ്പേ എങ്ങനെ അതിലേക്ക് എത്തിച്ചേരാമെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി എന്ത് ചെയ്യും, തീരുമാനിക്കും. ആ തീരുമാനങ്ങളെയാണ് നമ്മൾ എന്തുകൊണ്ട് അടയാളപ്പെടുത്തുന്നത്, പ്ലാനിങ് എന്നുള്ളത് കൊണ്ട് അടയാളപ്പെടുത്തുന്നത്. അടുത്തതായിട്ട് എന്താണ് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്? മാനേജീരിയൽ ഫങ്ഷനാണ്, ഗോൾ ഓറിയൻറ്റഡ് ആണ്, പെർവാസീവ് ആണ്, കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ്, ഇതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്, അതേപോലെ എന്താണ് ഡെസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കുക എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. Managerial function. So planning is a first and foremost managerial function, provides the base for the other functions of the management, that is organizing, staffing, directing and controlling, as they are performed within the peripheral of the plans made. എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഫങ്ഷനാണ്. ആൻഡ് ആൾസോ ഇറ്റ് പ്രൊവൈഡ് ദ ബേസിസ് ഫോർ അതർ ഫങ്ഷൻസ്. എന്താണ്, ബാക്കിയുള്ള ഫങ്ഷൻസായ ഓർഗനൈസിങ്ങിനും സ്റ്റാഫിങ്ങിനും ഡയറക്റ്റിങ്ങിനും കൺട്രോളിങ്ങിനും ഒക്കെ ഒരു ബേസ്, ഒരടിസ്ഥാനം നൽകുന്നത് എന്താണ്, പ്ലാനിങ് എന്നുള്ള ഫങ്ഷനാണ്. കാരണം അക്കോർഡിംഗ് ടു പ്ലാൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ ദേ ഹാവ് ടു ആക്ട്. എന്താണ്, ആ സ്ഥാപനത്തിൻ്റെ പ്ലാനിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും ഒക്കെ എന്ത് ചെയ്യേണ്ടത്, നടത്തേണ്ടത്. എന്നപ്പം അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ഫങ്ഷൻസിൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്ന ഫങ്ഷൻ എന്താണ്, പ്ലാനിങ് ആണ്. പ്ലാനിങ് ഈസ് എ മാനേജീരിയൽ ഫങ്ഷൻ. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മാനേജീരിയൽ ഫങ്ഷൻ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫങ്ഷൻ എന്താണ്, പ്ലാനിങ് ആണ് എന്ന് പറയുന്നത്. അടുത്തെന്താണ്, ഗോൾ ഓറിയൻറ്റഡ്. ഇറ്റ് ഫോക്കസ് ഓൺ ഡിഫൈനിങ് ദ ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഐഡൻറ്റിഫൈയിങ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ and deciding the appropriate action plan which is to be undertaken for reaching goals. അപ്പം പ്ലാനിങ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഡിഫൈനിങ് ദ ഗോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്ലാനിങ് എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുകയും അങ്ങനെ ഡിഫൈൻ ചെയ്തതിന് ശേഷം ഐഡൻറ്റിഫൈയിങ് ദ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. എന്താണ്, ആ ഗോൾ നേടിയെടുക്കാനുള്ള എന്തൊക്കെ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഉണ്ട് എന്ന് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുകയും അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത ആ കോഴ്സ് ഓഫ് ആക്ഷനിൽ നിന്നും എന്ത് തിരഞ്ഞെടുക്കുക, ആൻഡ് ഡിസൈഡിങ് ദ അപ്രോപ്രിയേറ്റ് ആക്ഷൻ പ്ലാൻ, ആവശ്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുകയും വിച്ച് ഈസ് ടു ബി അണ്ടർടേക്കൺ ഫോർ റീച്ചിങ് ദ ഗോൾസ്, എന്തിനു വേണ്ടിയിട്ട്, ആ ഗോൾ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെന്ത് പറയാം, പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ ഓറിയൻറ്റഡ് ആണ്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യത്തിനെ എന്ത് ചെയ്ത് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. കാരണം എന്താണ്, പ്ലാനിങ് ആ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിനെ ഡിഫൈൻ ചെയ്യുന്നു, നിർവചിക്കുകയും അപ്പോൾ ആ നിർവചനത്തിൽ എന്താണ്, ആ ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വഴികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ വഴികളിൽ നിന്ന് ഏറ്റവും ഏത് ആൾട്ടർനേറ്റീവ് ഐഡൻറ്റിഫൈ ചെയ്താലാണോ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഓർഗനൈസേഷന് ഗോളിൽ എത്തിച്ചേരാൻ സാധിക്കുക, ഇതെന്ത് ചെയ്യുന്നു, ആ ഒരു ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗോൾ ഓറിയൻറ്റഡ് ആണ്. അടുത്തതാണ് പെർവാസീവ്. It is pervasive in the sense that it is present in all the segment and it is required at all the levels of the organization. Although the scope of planning varies
at different levels and departments. സോ ഇറ്റ് ഈസ് പെർവാസീവ്. ഇതെന്താണ്? സർവ്വവ്യാപിയാണ് അല്ലെ. പെർവാസീവ് എന്ന് പറഞ്ഞതാണ് യൂണിവേഴ്സാലിറ്റിയാണ്, എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്. ഇറ്റ് ഈസ് പെർവാസീവ് ഇൻ ദ സെൻസ് ദാറ്റ്, ഏത് അർത്ഥത്തിലാണ് പറയുന്നത്? ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ ദ സെഗ്മെൻറ്റ് ആൻഡ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ ലെവൽസിലും അതേപോലെ എല്ലാ സെഗ്മെൻറ്റിലും എന്താണ് ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് പ്ലാനിങ്. അതുകൊണ്ട് തന്നെ നമുക്കെന്ത് പറയാം? ഇത് പെർവാസീവ് ആണ് എന്ന് പറയാം. ആൾദോ ദ സ്കോപ്പ് ഓഫ് പ്ലാനിങ് വേരീസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എന്താണ് ഓരോ തരത്തിലാണ് എന്തുണ്ടാവുക, അതിൻ്റെ സ്കോപ്പ് എന്തുണ്ടാവുക. അപ്പോൾ ഓർഗനൈസിങ്ങിലുള്ള സ്കോപ്പ് ആയിരിക്കില്ല ഡയറക്റ്റിങ്ങിലുള്ള പ്ലാനിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പം അത് വ്യത്യാസമുണ്ട് എങ്കിൽ പോലും സ്കോപ്പ് ഓഫ് പ്ലാനിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ പോലും ഇതെന്താണ് ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ ഘടകങ്ങളിലും അല്ലെങ്കിൽ എല്ലാ സെഗ്മെൻറ്റിലും എല്ലാ ലെവൽസിലും എന്താവശ്യമുണ്ട്? പ്ലാനിങ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? പ്ലാനിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി പെർവാസീവ് ഇൻ നേച്ചറാണ്. അല്ലെങ്കിൽ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ടും നമുക്ക് ആലോചിച്ചറിയാം എന്താണ്. ആദ്യം നമ്മൾ ആലോചിക്കുക എങ്ങനെ അത് ചെയ്യാമല്ല. ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ പ്ലാൻ ഉണ്ടാക്കുകയാണ് എന്ത് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത് പെർവാസീവാണ്. ദെൻ കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാൻസ് ആർ മെയ്ഡ് ഫോർ സ്പെസിഫിക് ടേംസ്, സേ ഫോർ എ മന്ത്, ക്വാർട്ടർ, ഇയർ ആൻഡ് സോ ഓൺ. സോ വൺസ് ദാറ്റ് പീരീഡ് ഈസ് ഓവർ, ന്യൂ പ്ലാൻസ് ആർ ഡ്രോൺ. എന്താണ്? അതായത് നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ് പ്ലാൻസ് ആർ മെയ്ഡ് ഫോർ എ സ്പെസിഫിക് ടൈം, ഒരു പ്രത്യേക കാലയളവിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാൻ ചെയ്യുന്നത്. അതായത് എന്താണ് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിലേക്ക് അതല്ലെങ്കിൽ ഒരു ഇയർ, ഒരു കൊല്ലത്തേക്കൊക്കെ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്യുക. സോ വൺസ് ദ പീരീഡ് ഈസ് ഓവർ, ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ പ്ലാൻസ് ആർ ഡ്രോൺ, പുതിയ പ്ലാനുകൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ടെത്തും. ആൻഡ് കൺസിഡറിങ് ദ ഓർഗനൈസേഷൻസ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ് ആൻഡ് കണ്ടീഷൻ. അപ്പം നിലവിലുള്ള ആ ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ റിക്വയർമെൻറ്റും കണ്ടീഷൻസും എന്ത് ചെയ്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരു പുതിയ പ്ലാന് നമ്മൾ എന്ത് ചെയ്യുന്നു? രൂപം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ദെയർഫോർ ഇറ്റ് ഈസ് എൻ ഓൺ ഗോയിങ് പ്രോസസ്സിൽ എന്താണ്? ഇതൊരു തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു തുടർ പ്രക്രിയയാണ്. ആസ് ദ പ്ലാൻസ് ആർ ഫ്രെയിംഡ്, എക്സിക്യൂട്ടഡ് ആൻഡ് ഫോളോഡ് ബൈ എന്താണ്? അനദർ പ്ലാൻ. എന്താണ്? ഓരോ പ്ലാനും എന്താണ് ഫ്രെയിം ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും എന്തിന് ശേഷമാണ് അല്ലെങ്കിൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? വേറൊരു പ്ലാനിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. കാരണം എന്താണ്? ഒരു കൊല്ലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കൊല്ലത്തിൻ്റെ പ്ലാനിൽ നമ്മൾ പറയുന്നതാണ് കൊല്ലം അവസാനം നമ്മൾ അടുത്ത കൊല്ലത്തേക്കുള്ള പ്ലാനിങ് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. അപ്പം ഈ പ്ലാനിനെ ബേസ് ചെയ്തിട്ട് ആ ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തുള്ള സാഹചര്യമൊക്കെ കണക്കിലെടുത്തിട്ട് ഭാവിയിലുള്ള അതിൻ്റെ സ്കോപ്പൊക്കെ കണക്കിലെടുത്തിട്ട് അടുത്ത വർഷത്തേക്ക് പ്ലാൻ തയ്യാറാക്കുന്നു. ആ വർഷം എന്ത് ചെയ്യുന്ന സമയത്ത്, അവസാനിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യുന്നു? പ്ലാൻ തയ്യാറാക്കുന്നു. അപ്പോൾ അങ്ങനെ ഇത് എന്ത് ചെയ്യുന്നു? തുടർ പ്രക്രിയയായിട്ട് എന്ത് ചെയ്യുന്നു? പോരുന്ന ഒരു പ്രക്രിയയാണ് എന്താ? പ്ലാനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തന്നെ നമ്മൾ എന്ത് പറയുന്നത്? ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ന് പറയുന്നത്. ദെൻ ഇൻ്റലക്ച്വൽ പ്രോസസ്സ് എന്താണ്? അടുത്ത് നമ്മൾ പറയുന്നു പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. So it is a mental exercise and it involves the application of mind to think, forecast, imagine intelligently and innovate. അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ പ്രവർത്തനം എന്താണ്? ശാരീരികമായ പ്രവർത്തനമല്ല പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ മെൻ്റൽ എക്സസൈസ്, മാനസിക വ്യാപാരം അല്ലെങ്കിൽ എന്താണ്? ഒരു മാനസികമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എക്സസൈസ് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് എന്ത്? പ്ലാനിങ്. കാരണം എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ദ അപ്ലിക്കേഷൻ ഓഫ് മൈൻഡ്. നമ്മുടെ മനസ്സിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. നമുക്ക് ചിന്തിക്കണം, നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി കാണാനുള്ള കാര്യങ്ങൾ, ഫോർകാസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം. ഇമാജിൻ ഇൻ്റലിജൻ്റ്ലി, ബുദ്ധിപരമായിട്ടും അതേപോലെ ഇന്നവേറ്റീവായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? പുതിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തുകൊണ്ട് നമ്മളുടെ മൈൻഡ് കൊണ്ട് എന്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ് എന്ന് പറയാനുള്ള കാരണം. ഫ്യൂച്ചറിസ്റ്റിക്. So it is in the process of planning we take a sneak peek of the future. It encompasses looking into the future to analyze and predict it
സോ ദാറ്റ് ദ ഓർഗനൈസേഷൻ ക്യാൻ ഫേസ് ഫ്യൂച്ചർ ചാലഞ്ചസ് എഫക്റ്റീവ്ലി. അപ്പം നമ്മളൊരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തിനേയും കൂടി അതിൽ ഉൾക്കൊള്ളിക്കണം, ഫ്യൂച്ചറിനെയും കൂടി അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഉൾക്കൊള്ളിക്കണം. കാരണം ഫ്യൂച്ചർ കണ്ടീഷൻസിനെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല എങ്കിൽ, പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ, കാരണം ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, തിങ്കിങ് ബിഫോർ ഡൂയിങ് ആണ്. നമ്മളത് ചെയ്തിട്ടില്ല. അപ്പം ചെയ്തു വരുന്ന സമയത്തേക്കുള്ള ഒരു കാലഘട്ടവും കൂടി, അല്ലെങ്കിൽ ആ സമയത്തുള്ള ഒരു ക്ലൈമറ്റ് എന്താണോ, ആ സിറ്റുവേഷൻ എന്താണെന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആലോചിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, പ്ലാൻ ചെയ്യുന്നത്. അതായത് വൈൽ ആൻ ഓർഗനൈസേഷൻ ഡൂയിങ് എ പർട്ടിക്കുലർ പ്ലാൻ ദേ ഹാവ് ടു കൺസിഡർ ദ ഫ്യൂച്ചർ ആൾസോ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഫ്യൂച്ചറിനെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്ലാനിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഭാവിയിലെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. അടുത്താണ് ഡിസിഷൻ മേക്കിംഗ്. സോ ഡിസിഷൻസ് ആർ മെയ്ഡ് റിഗാർഡിംഗ് ദ ചോയ്സ് ഓഫ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് ക്യാൻ ബി അണ്ടർടേക്കൺ ടു റീച്ച് ഗോൾ. സോ ദ ആൾട്ടർനേറ്റീവ് ചൂസൺ ഷുഡ് ബി ബെസ്റ്റ് എമംഗ് ഓൾ വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് ദ നെഗറ്റീവ് ആൻഡ് ഹയസ്റ്റ് നമ്പർ ഓഫ് പോസിറ്റീവ് ഔട്ട്കംസ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു തീരുമാനങ്ങൾ എടുക്കുക അല്ലെ. എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലേ. നമ്മൾക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് എന്തുണ്ടാവും, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യുക, എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദർ ആർ നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ്സ് ആർ അവൈലബിൾ. എന്താണ്, ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുവാൻ ഒരുപാട് വഴികളുണ്ടാവും. ഡിസിഷൻസ് ആർ മെയ്ഡ് റിഗാർഡിംഗ് ദ ചോയ്സ് ഓഫ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് ക്യാൻ ബി അണ്ടർടേക്കൺ ടു റീച്ച് ഗോൾ. എന്താണ്, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്താണ്, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്താണ്, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് വഴികളുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരുപാട് വഴികളിൽ നിന്നാണ് ദ ആൾട്ടർനേറ്റീവ് ചൂസൺ ഷുഡ് ബി ബെസ്റ്റ് എമംഗ് ഓൾ. എന്നാണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ വഴി എന്ന് പറയുന്നത്, അതായത് ലക്ഷ്യം നേടിയെടുക്കാനുള്ള വഴി എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവിൽ നിന്നും, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വഴികളിൽ നിന്നും ഏറ്റവും നല്ലതാവണം. വിത്ത് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ദി എന്താണ്, നെഗറ്റീവ് അല്ലെ, ഏറ്റവും കുറഞ്ഞ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അതിന് നെഗറ്റീവ് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നെഗറ്റീവ് ഔട്ട്കം എന്ത് ചെയ്യാൻ പാടില്ല, അതിനുണ്ടാവാൻ പാടില്ല. അതായത് എന്താണ്, എന്തുണ്ടാവുകയും വേണം, പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവുകയും ചെയ്യണം. അതായത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഔട്ട്കവും ഏറ്റവും കുറഞ്ഞ നെഗറ്റീവ് ഔട്ട്കവുമുള്ള ഒരു വഴി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഡിസിഷൻ നമ്മൾ എന്ത് ചെയ്യണത്, എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു പ്ലാനിങ് ആൾസോ എന്താണ്, എനേബിൾസ് ദ ഡിസിഷൻ മേക്കിംഗ്, ഓർ എന്താണ്, പ്ലാനിങ് മെയ്ഡ് ദ ഡിസിഷൻ ഓഫ്, ഓർ പ്ലാനിങ് വിൽ മേക്ക് ദ ഡിസിഷൻസ് റിഗാർഡിംഗ് ദ ബെസ്റ്റ് ഒബ്ജക്റ്റീവ്സ്, ഓർ എന്താണ്, ഓർ ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ് ടു അറ്റൈൻ ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. എന്താണ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നതിന് ഒരു നല്ല എന്താണ് ആൾട്ടർനേറ്റീവ് തിരഞ്ഞെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, പ്ലാനിങ് എന്ത് ചെയ്യുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. അല്ലെങ്കിൽ പ്ലാനിങ് ഈസ് എ പാർട്ട് ഓഫ് എന്നാണ്, അൽസോ ഡിസിഷൻ മേക്കിംഗ് ഈസ് എ പാർട്ട് ഓഫ് എന്നാണ് പ്ലാനിങ്. എന്താണ്, പ്ലാനിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. സോ പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ടാർഗറ്റ്സ് ആൻഡ് ഫോർമുലേറ്റിംഗ് പ്ലാൻ ടു അക്കംപ്ലിഷ് ദം. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ആ സെറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവും ടാർഗറ്റും നേടിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്ലാൻ എന്ത് ചെയ്യുക, നമ്മൾ തീരുമാനിക്കുക, അക്കംപ്ലിഷ് ചെയ്യുക. ആൻഡ് ദ ആക്ടിവിറ്റി ഹെൽപ്സ് ദ മാനേജർ analyze the present condition to identify the way of attaining the desired position in future. എന്താണ്, എന്ത് സഹായിക്കുന്നു, മാനേജേഴ്സിനെ നിലവിലുള്ള കണ്ടീഷൻസിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അനലൈസ് ചെയ്യുവാനും, ആൻഡ് ആൾസോ എന്താണ്, ഭാവിയിൽ എന്ത് ചെയ്യുന്ന അവർ ഫിക്സ് ചെയ്തിട്ടുള്ള അവർ എത്തിച്ചേരേണ്ടുന്ന എന്താണ് പൊസിഷൻ എന്ത് ചെയ്യാൻ എത്തിച്ചേരുവാൻ വേണ്ടിയും ഇത് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഇറ്റ് ഈസ് ബോത്ത് ദ നീഡ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജേഴ്സിൽ. എന്താണ്, ഇത് രണ്ടും എന്താണ്, ഓർഗനൈസേഷൻ്റെ ആവശ്യമാണ്, ആരുടെ ഉത്തരവാദിത്വമാണ്,
മാനേജേഴ്സിൻ്റെ ഉത്തരവാദിത്വവുമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് പ്ലാനിങ്ങിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ആൻഡ് ഇഫ് യു ഹാവ് എനി queries regarding this session, you can ask.